अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. मैंने सहाबा हज़रत मसीह मौऊद अलैहिस्सलाम के वाक़या ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹാബാക്കളുടെ നിവേദനങ്ങൾ കേൾപ്പിക്കുന്ന ഒരു ഖുത്ബ പരമ്പര ഞാൻ തുടങ്ങിയിരുന്നു. അത് വിവിധ വിഷയങ്ങളുടെ കീഴിലാണ് കേൾപ്പിച്ചിരുന്നത്. ഇന്നത്തെ ഖുത്ബ ഈ പരമ്പരയുടെ അവസാനത്തെ ഖുത്ബ ആയിരിക്കും. റിവായത്തുകൾ നോക്കുന്ന വകുപ്പിനോട് ഇനി വല്ലതും വിവരിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അതും കേൾപ്പിക്കുന്നതാണ്. ഈ പരമ്പര അവസാനിക്കുന്നത് ഫെബ്രുവരി മാസമാണെന്നത് യാദൃച്ഛികം മാത്രമാണ്. ഈ റിവായത്തുകൾ അവസാനിക്കുന്നത് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ഖുത്ബയിലും ഇതുപോലുള്ള നിവേദനങ്ങൾ ഞാൻ കേൾപ്പിച്ചിരുന്നു. എന്നാൽ ഇന്നുള്ള എല്ലാ റിവായത്തുകളും സ്വപ്നങ്ങളും ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടതാണ്. ഫെബ്രുവരി 20 മുസ്ലിം മൗദ് ദിനം ജമാഅത്ത് ആചരിക്കാറുണ്ട്. 5 ദിവസങ്ങൾക്ക് ശേഷം ജമാഅത്തിൽ അത് ആഘോഷിക്കുന്നതാണ്. മുസ്ലിം മൗദ് ആ ദിവസം ജനിച്ചതുകൊണ്ടല്ല നാം ഈ ദിനം ആചരിക്കുന്നത്. മറിച്ച് ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം മുസ്ലിം മൗദിനെ കുറിച്ചുള്ള പ്രവചനം നടത്തിയത് ആ ദിവസമായിരുന്നു. അതിന്റെ പൂർത്തീകരണവും അതേപോലെ ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സത്യസാക്ഷ്യവും ഈ ദിനവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനനം ഫെബ്രുവരി 20 ആയിരുന്നില്ല. ഏതായിരുന്നാലും ഞാൻ കേൾപ്പിക്കാൻ പോകുന്ന നിവേദനങ്ങളിൽ മുസ്ലിം മൗദിന്റെ ഖിലാഫത്തിനെ കുറിച്ച് ജനങ്ങൾക്ക് അള്ളാഹു സുവാർത്ത നൽകുന്നുണ്ട്. ലാഹോരി പാർട്ടിയുമായി ബന്ധപ്പെട്ടിരുന്നവർക്ക് അള്ളാഹു നേർമാർഗം കാണിച്ചു കൊടുക്കുകയും അങ്ങനെ അവർ ഖലീഫയുടെ ബയ്യത്തിൽ വരികയും ചെയ്തു. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു കഴിഞ്ഞു കടന്ന കാലഘട്ടം പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ കാലഘട്ടമായിരുന്നു. ഖിലാഫത്ത് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് വലിയ ഒരു ഫിത്ന പുറപ്പെട്ടു.
उलमा कहलाते थे, വലിയ പണ്ഡിതരാണെന്ന് പറയപ്പെടുന്നവരും करीबी भी थे। ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി അടുപ്പമുള്ളവരുമായ ചിലർ ജമാഅത്തിൽ നിന്നും വിട്ടുപോയി. ഖജനാവുമായി അവർ എവിടെ നിന്നും പോയി. അത് കൂടാതെ വിവിധ സന്ദർഭങ്ങളിൽ ബാഹ്യവും ആന്തരികവുമായ ഫിത്തനുകൾ തലപൊക്കുകയുണ്ടായി. आपके शामिल है। എന്നാൽ എല്ലാ അവസരങ്ങളിലും അള്ളാഹുവിന്റെ സഹായം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഈ ദൃഢനിശ്ചയക്കാരൻ എല്ലാ ഫിത്തനകളെയും बड़ा मर्दाना वार मुकाबला कर കാഠിന്യത്തെയും സധൈര്യം നേരിട്ടു. अल्लाह ताला ने फजल फरमाया। ചുരുക്കത്തിൽ आखिर वो അള്ളാഹു ഫള് ചെയ്യുകയും आज हम देख रहे हैं किस तरह तरक्की कर रही है। ആ ജമാഅത്ത് അവസാനം വിജയിച്ച് മുന്നേറുകയും ചെയ്തു. ഇന്നും അത് ഏത് രീതിയിലാണ് വിജയിച്ച് മുന്നേറുന്നത് എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ സഹായം അതിനോടൊപ്പം ഉണ്ടായിരുന്നു. ഖിലാഫത്തുമായി ആ ജമാഅത്ത് ബന്ധപ്പെട്ട് നിൽക്കുകയും ചെയ്തു. ഇന്നത്തെ നിവേദനങ്ങൾ തുടങ്ങുകയാണ്. हज़रत शेख मोहम्मद इस्माइल साहब फरमाते हैं, ഹസ്രത്ത് ഷേഖ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് 1894 ബൈഅത്ത് ചെയ്തത്. ഇദ്ദേഹം പറയുന്നു, ഞാൻ സ്വപ്നത്തിൽ हज़रत खलीफा अव्वल रज़ियल्लाहु अन्हु की जिंदगी में देखा था। ഹസ്രത്ത് ഖലീഫ അവർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കണ്ടിരുന്നത് ഇപ്രകാരമാണ്. അത് ഹസ്രത്ത് മഹ്മൂദിന്റെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഹസ്രത്ത് ഖലീഫ അവലിന് പരിക്ക് പറ്റുകയും അദ്ദേഹത്തിന് മാശ്ര എന്ന രോഗം പിടിപെടുകയും ചെയ്തപ്പോൾ, മാശ്ര എന്നത് രക്തസമ്മർദ്ദം കൊണ്ട് खून के दबाव ശരീരത്തിൽ വീക്കം ഉണ്ടാവുകയും की किसी वजह से വയറിന് അസ്വസ്ഥത ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു രോഗമാണ്. पेट की भी खराबी होती है। बहरहाल कहते हैं आपको माशरा की तकलीफ हुई तो मैंने हज़रत महमूद के हाथ ഈ മാശ്ര എന്ന രോഗം പിടിപെടുകയും ചെയ്തപ്പോൾ ഞാൻ മഹ്മൂദിന്റെ കയ്യിൽ കൈവച്ചുകൊണ്ട് ഞാൻ താങ്കളുടെ ആദ്യത്തെ സേവകനായിരിക്കുമെന്ന് ഏറ്റുപറയുകയുണ്ടായി. समझ में नहीं आया। ഞാൻ ഇത് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. ജനാബ് യാക്കൂബ് और इल्हाम की അലി സാഹിബ് ഇർഫാനി പറയുകയുണ്ടായി, ഇദ്ദേഹത്തിന്റെ സ്വപ്നം മുഖേനയും ഇൽഹാ മുഖേനയും നാം മഹ്മൂദിനെ ഖലീഫയാക്കി എന്ന് അറിയിക്കുകയുണ്ടായി. अमीर मोहम्मद खान साहब ഹദ്രത്ത് അമീർ മുഹമ്മദ് ഖാൻ സാഹിബ്, अमीर खान साहब ഇദ്ദേഹത്തിന്റെ നിവേദനങ്ങൾ മുമ്പ് ഞാൻ കേൾപ്പിച്ചിട്ടുള്ളതാണ്. അമീർ ഖാൻ സാഹിബ് എന്ന പേരിലാണ് കേൾപ്പിച്ചത്. ഇദ്ദേഹത്തിന്റെ ഒരു ബന്ധു എനിക്ക് എഴുതി, ഇദ്ദേഹത്തിന്റെ പേര് അമീർ മുഹമ്മദ് ഖാൻ എന്നാണ് എഴുതിയത്. നിവേദനം എഴുതുന്ന ആളുകൾ ആദ്യം അമീർ ഖാൻ എന്നാണ് എഴുതിയത്. റിവായത്തിൽ ഒരു കത്ത് വരുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അമീർ മുഹമ്മദ് ഖാൻ എന്ന് തന്നെയാണ് എന്നാണ്. ഏതായിരുന്നാലും कहते हैं ഇദ്ദേഹം 1903 ബയ്യത്ത് ചെയ്തത്. അദ്ദേഹം പറയുന്നു, 1913 നവംബർ 23 ഞാൻ സ്വപ്നത്തിൽ ഒരു മരം കണ്ടു. फलियां അതിന്റെ കൂടെ ഉണങ്ങിയ പയറുകൾ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. इस कदर शोर അത് ഇളകുന്നത് കാരണം നല്ല ശബ്ദം വരുന്നുണ്ടായിരുന്നു. ആരുടെയും ശബ്ദം തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അള്ളാഹു മഴ പെയ്യിപ്പിച്ചു. फलियां जड़ गईं। അങ്ങനെ ആ ഉണങ്ങിയ പയറുകളെല്ലാം വീണു. यानी हज़रत मुस्लिम അപ്പോൾ ഖലീഫത്തുൽ മസീഹ് സാനി പറഞ്ഞു, फरमाया कि शैतान का घर उजड़ गया, ഷെയ്ത്താന്റെ बर्बाद हो വീട് ശൂന്യമായിരിക്കുന്നു, അത് നശിച്ചുപോയി. ഇനി ഭൂമിയിൽ നിന്നും പച്ചപ്പ് കിളിർത്തു വരുന്നതാണ്. വിജയം കൈവരും, ഫലങ്ങൾ കൈക്കും. की तरफ इशारा कर അപ്പോൾ ചിലർ ഈ ഉണങ്ങിയ പയറുകളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഷെയ്ത്താന്റെ വീടാണ് ഇതെന്ന് താങ്കൾ എന്തുകൊണ്ടാണ് പറഞ്ഞത്? आज़म ने फरमाया ഇതിനുള്ള മറുപടിയായി इन्हें मैंने ഹദ്രത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിനെ ഞാനല്ല ഷെയ്ത്താന്റെ വീട് എന്ന് പറഞ്ഞത്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവയെ ഷെയ്ത്താന്റെ വീടാണ് എന്നാണ് പറഞ്ഞത്. ഇതിനുശേഷം ഞാൻ ഹക്കീം മുഹമ്മദ് ഉമർ സാഹിബിനെ ഉച്ചത്തിൽ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവചനങ്ങൾ ജനങ്ങൾക്ക് കേൾപ്പിക്കുന്നതായി കണ്ടു. സ്വപ്നത്തിലാണ് ഇത് പറയുന്നത്. ആ പ്രവചനങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ഭാവിയിൽ പുലരാൻ പോകുന്ന പ്രവചനങ്ങൾക്ക് സാക്ഷ്യങ്ങളായാണ് ഇത് വിവരിച്ചിരുന്നത്. അത് കേൾക്കുമ്പോൾ ശ്രോതാക്കളുടെ മനസ്സിൽ ഒരു സ്വസ്ഥതയും സംതൃപ്തിയും കൈവരുന്നുണ്ട്. പറയുന്നു, അൽഹംദുലില്ലാ, ഈ സ്വപ്നം ഖലീഫത്തുൽ മസീഹ് സാനിയെ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതേപോലെ പൂർത്തിയായി. മൗലവി മുഹമ്മദ് അലി സാഹിബ് തന്റെ കൂട്ടുകാരുമൊത്ത് ജമാഅത്തിൽ നിന്നും വേർപിരിഞ്ഞും ഇവർ ഖിലാഫത്തിനെതിരിൽ പ്രവർത്തിച്ചവരാണ്. ഇവർ ഖാദിയാനിൽ നിന്നും പുറത്തുപോയി. ഇവർ പുറത്തുപോയതിനു ശേഷം അഹമ്മദിയത്ത് ഖിലാഫത്ത് മുഖേന ലോകം മുഴുവനും വ്യാപിക്കുകയുണ്ടായി. फरमाते हैं कि ഹദ്രത്ത് അമീർ മുഹമ്മദ് ഖാൻ സാഹിബ് വീണ്ടും പറയുന്നു, 1912 ഫെബ്രുവരി 24 ख्वाब के अंदर मुझे हज़रत ബുധനാഴ്ച രാത്രി
സ്വപ്നത്തിൽ എന്നോട് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തിരിക്കുന്ന പ്രവചനം, അതായത് ഈ സ്വപ്നമാണ് പറയുന്നത്, ഖലീഫത്തുൽ മസീഹ് അവ്വലിന്റെ കാലത്തുള്ള സ്വപ്നമാണിത്. അതായത് അനുഗ്രഹീത വാഗ്ദത്ത പുത്രൻ വരുമ്പോൾ അവന് സിംഹാസനാരോഹണം നടത്തുന്നതാണ്. ഇത് സ്വപ്നമാണ് വിവരിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് ജോർജ് അഞ്ചാമന്റെ സിംഹാസനാരോഹണമാണെന്നാണ്. എന്നാൽ ഇവിടെ അനുഗ്രഹീത വാഗ്ദത്ത പുത്രൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സാഹിബ്സാദ മിർസ മഹ്മൂദ് അഹമ്മദ് സാഹിബാണെന്നും സിംഹാസനാരോഹണം എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഖിലാഫത്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇപ്പോൾ മനസ്സിലായി. അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലത്ത് ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും എന്തോ അത്ഭുതകരമായ അടയാളം പ്രത്യക്ഷപ്പെടേണ്ടതല്ലേ എന്ന് മനസ്സിൽ വന്നു. അടയാളങ്ങൾ വെളിപ്പെടുമെന്ന് അപ്പോൾ തന്നെ മനസ്സിൽ ബോധ്യപ്പെടുകയും ചെയ്തു. സാഹിബ്സാദ സാഹിബിന്റെ ഖിലാഫത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിന്റെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും സന്തോഷിക്കുകയുണ്ടായി. ഞാൻ വാഗ്ദത്ത പുത്രന്റെ പ്രത്യക്ഷപ്പെടൽ കുറെ കാലം കഴിഞ്ഞതിനു ശേഷമാണ് ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ സൗഭാഗ്യ കാലഘട്ടം എനിക്ക് പ്രാപ്യമായി എന്നതിൽ അള്ളാഹുവിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയുണ്ടായി. സ്വപ്നത്തിൽ തന്നെ മനസ്സിൽ വരികയാണ്, ഖലീഫ മൗലവി സാഹിബ് അല്ലേ, മിയാൻ സാഹിബ് എങ്ങനെയാണ് ഖലീഫയാകുക? അപ്പോൾ മനസ്സിൽ വന്നത് ഖലീഫ അവൽ വളരെ കൂടുതൽ പ്രായം ചെല്ലില്ല, കാരണം അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവർ ഏറ്റവും മോശപ്പെട്ട പ്രായത്തിൽ എത്തുകയില്ല. ചിലപ്പോൾ ചിലർ മരണത്തെക്കുറിച്ചും പറയാറുണ്ട്. ആ കാലത്ത് തന്നെ അള്ളാഹു സ്വപ്നമുഖേന ഇതിന്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ഹദ്റത്ത് ഖൈറുദ്ദീൻ സാഹിബ് 1906 ബയ്യത്ത് ചെയ്തത് പറയുന്നു. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അയ്യദല്ലാഹു തആല വലതു കൈ 11 കരം നീളം കൂടിയിട്ടുണ്ട്. കരം എന്നത് ഒരു അളവാണ്. അത് ഗ്രാമത്തിൽ ഭൂമി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. 5.5 അടിയാണ് കരം എന്ന് പറയുന്നത്. അതായത് 55 അടി നീളം കൈക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പറയുന്നത് അദ്ദേഹത്തിന് അള്ളാഹു അതിവിശിഷ്ടമായ ശക്തി നൽകുമെന്നാണ്. അതിന് ആർക്കും അദ്ദേഹത്തെ നേരിടാൻ സാധിക്കുകയില്ല. ഈ അവസരത്തിൽ മറ്റൊന്ന് കണ്ടത് അദ്ദേഹത്തിന്റെ അനുഗ്രഹീത മുഖം പടിഞ്ഞാറേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഒരു ചെറിയ മതിലിൽ കയറി ഇരിക്കുകയാണ്. കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഹുസൂർ കരയുന്നത് എന്തിനാണ്? അദ്ദേഹം പറയുകയുണ്ടായി, ജനങ്ങൾ എന്നെ ആരാധ്യ വസ്തുവായി കണക്കാക്കുമോ എന്നോർത്താണ് ഞാൻ കരയുന്നത്. ഹദ്റത്ത് ഖൈറുദ്ദീൻ സാഹിബ് വീണ്ടും നിവേദനം ചെയ്യുന്നു, കുറച്ചു ദിവസമായി ഒരു സ്വപ്നം കണ്ടു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി അയ്യദഹുല്ലാഹു തആല ജനങ്ങൾക്ക് കത്തുകൾ നൽകുകയാണ്. ആകാശത്ത് ഉന്നത സ്ഥാനമുള്ളവർക്കുള്ള കത്തുകളാണത്. അവരുടെ പദവി അനുസരിച്ചാണ് ഓരോരുത്തർക്കും കത്ത് നൽകുന്നത്. എന്റെ മനസ്സിൽ വന്നത് എനിക്കും ആകാശത്ത് വല്ല സ്ഥാനവുമുണ്ടോ എന്ന് ഉസൂറിനോട് ചോദിക്കാം എന്നാണ്. ഞാൻ ചോദിച്ചു, ഉസൂർ എനിക്കും ആകാശത്ത് വല്ല സ്ഥാനവുമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, നിങ്ങൾക്കും ആകാശത്ത് സ്ഥാനമുണ്ട്. ഇതിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് കാണുന്നതും കണ്ടതും എല്ലാം പ്രവാചക പ്രകാശത്തിന്റെ കിരണങ്ങൾ മുഖേനയാണ് എന്നുള്ളതാണ്. ഹദ്റത്ത് ഖലീഫ നൂറുദ്ദീൻ സാഹിബ് ജമ്മു സ്വദേശി പറയുന്നു, ഡിസംബർ 1891 ഇദ്ദേഹം ബയ്യത്ത് ചെയ്തത്. എന്നിൽ 1931 കശ്ഫിൽ ഒരു കുട്ടിയെ കാണിച്ചു തന്നു. ആ കുട്ടിയെ എല്ലാവരും വല്ലാതെ സ്നേഹിക്കുന്നു. ഞാനും അവനെ എടുത്ത് ചുംബിച്ചു. അവൻ വളരെ ചെറിയ കുട്ടിയാണെങ്കിലും ജനങ്ങൾ പറയുന്നത് ഇദ്ദേഹത്തിന്റെ വയസ്സ് 43 ആണെന്നാണ്. എനിക്ക് ഇപ്രകാരം അറിവിൽ നൽകപ്പെട്ടു. ഈ കശ്ഫിൽ കണ്ട കുട്ടി ഹസ്രത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് ഖലീഫത്തുൽ മസീഹ് ആണ്. 1931 അദ്ദേഹത്തിന്റെ വയസ്സ് 43 ആയിരുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവചന പദ്യത്തിൽ രേഖപ്പെടുത്തിയതുപോലെ ബഷാരത് ദി കെ എക് ബേട്ടാ ഹെ തേരാ ജോ ഹോഗാ എക് ദിൻ മഹബൂബ് മേരാ. ഇതിൽ ഏക് എന്നത് 1931 സൂചന നൽകുന്നത്. കാരണം അബ്ജദിന്റെ കണക്കനുസരിച്ച് ഏക് എന്നതിന്റെ തുക 31. അലിഫ് യെ കാഫ് ഇതിന്റെ എണ്ണം 31. ആത്മീയമായ ഉയർച്ചയും 40 വയസ്സിന് ശേഷമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് കുട്ടിയെ ഈ കശ്ഫിൽ 43 ആയി കാണിച്ചത്. ഹദ്റത്ത് റഹംദീൻ സാഹിബ് ബയ്യത്ത് ചെയ്തത് 1902 ജലാലുദ്ദീൻ സാഹിബാണ് അദ്ദേഹത്തിന്റെ
പിതാവ് പറയുന്നു, രണ്ടാം ഖിലാഫത്ത് കാലത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. മൗലവി മുഹമ്മദ് അലി സാഹിബ് MA കസേരയിൽ ഇരിക്കുന്നു. खलीफा सानी മിയാൻ സാഹിബ് ഖലീഫത്തുൽ മസീഹ് സാനി पास खड़े हैं। तब मेरे देखते देखते അടുത്തു നിൽക്കുകയാണ്. मोहम्मद अली साहब का ഞാൻ കണ്ടുകൊണ്ടിരിക്കെ മുഹമ്മദ് അലി സാഹിബിന്റെ മുഖം ചെറുതായി, ശരീരവും വളരെ ചെറുതായി, കുട്ടിയുടെ ശരീരം പോലെയായി. जिस्म बढ़ते बढ़ते ഹദ്രത്ത് മിയാൻ സാഹിബിന്റെ ശരീരം വളർന്ന് വളർന്ന് അദ്ദേഹത്തിന്റെ ഉയരത്തെക്കാളും ഉയർന്നു വന്നു. बड़े रोब और जलाल वाला हो गया। അദ്ദേഹം വളരെ പ്രൗഢിയോടും ഗാംഭീര്യത്തോടും കൂടി നിൽക്കുന്ന വ്യക്തിയായി മാറി. അപ്പോൾ ഞാൻ അത്ഭുതത്തോടുകൂടി നോക്കി. രാവിലെ ആയപ്പോഴേക്കും എന്റെ എല്ലാ സംശയങ്ങളും ഹൃദയത്തിൽ നിന്നും നീങ്ങി. അങ്ങനെ അദ്ദേഹത്തിന് ഞാൻ ബൈഅത്ത് ചെയ്തു. ആദ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ സംശയമുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹി അലാ സാലിക്. അമീർ മുഹമ്മദ് ഖാൻ സാഹിബിന്റെ ഒരു റിവായത്ത്, खिलाफत ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് താനിയുടെ ഖിലാഫത്തിന് മുമ്പേ ഹജ്ജിന് പോയിരുന്നു. तशरीफ ले गए थे। उन अयाम में मैंने ख्वाब के अंदर ആ ദിവസം സ്വപ്നത്തിൽ हाथ घिरे हुए മുസ്ലിങ്ങൾ കാഫിറുകളാൽ വലയം ചെയ്യപ്പെട്ടതായി ഞാൻ കണ്ടു. घेरा हुआ है। जब कोई सूरज चारा कार ना रही, കാഫിര്യങ്ങൾ മുസ്ലിങ്ങളെ വലയം ചെയ്തിരിക്കുകയാണ്. आसमान की तरफ उड़ा। രക്ഷപ്പെടാൻ ഒരു പഴുതും കാണാതായപ്പോൾ ഞങ്ങളിൽ നിന്നും ഒരാൾ ആകാശത്തേക്ക് പറന്നുയർന്നു. അദ്ദേഹം ആകാശത്ത് നിന്നും ആരോഗ്യ ദൃഢകാർത്തരായ ചിലരെ കൊണ്ടുവന്നു. അവർ വന്ന ഉടനെ കാഫിറുകളെ ഓടിച്ചുവിട്ടു. ഞാൻ ഈ സ്വപ്നം मैं मक्का मदीना അദ്ദേഹം ഹജ്ജ് യാത്രയിലായിരുന്നപ്പോൾ മക്കയിൽ വെച്ച് ഈ കത്ത് എഴുതി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഉസൂറിന്റെ ഈ യാത്ര അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിനു കാരണമായി തീരട്ടെ. देखा ആകാശത്തേക്ക് പറന്നുയർന്നതായി ഒരാളെ സ്വപ്നത്തിൽ കണ്ടത് താങ്കളുടെ ഹജ്ജ് യാത്ര ആയിരിക്കട്ടെ. ആരോഗ്യ ദൃഢഗാത്രരായ ആളുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താങ്കളുടെ ദുആ മുഖേന മലക്കുകളുടെ ഇറക്കമാകട്ടെ. അവർ മുഖേന കാഫിറുകളെ അള്ളാഹു നശിപ്പിച്ച് നാമാവശേഷമാക്കട്ടെ. ഹുസൂർ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മസ്ജിദ് നൂറിൽ പ്രസംഗിച്ച അവസരത്തിൽ എന്റെ ഈ കത്തിനെ കുറിച്ച് പരാമർശിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. फिर हज़रत अमीर खान साहब भी फरमाते हैं ഹസ്രത്ത് അമീർ ഖാൻ സാഹിബ് പറയുന്നു, को मैंने नमाज 1913 ജനുവരി 20 ഞാൻ ഇശാ നമസ്കാരത്തിന് ശേഷം ഇപ്രകാരം പ്രാർത്ഥിച്ചു: അള്ളാഹുവെ, എനിക്ക് നീ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മറ്റ് ഭക്തരുടെയും സന്ദർശനം मैं सो गया। സ്വപ്നത്തിൽ സാധ്യമാക്കിയാലും ഞാൻ ഉറങ്ങിയപ്പോൾ കാണുന്നത് ഒരു മൈതാനത്ത് മതത്തിലെ ഭക്തരായിരിക്കുന്ന ആളുകളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എല്ലാവരും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഖലീഫത്തുൽ മസീഹ് സാനിയും ഉണ്ട്. എന്റെയും അദ്ദേഹത്തിന്റെയും ഇടയിൽ ഒരു പുഷ്പമുണ്ട്. हज़रत खलीफा सानी ने അത് ഞങ്ങൾ മണക്കുകയാണ്. ഹദ്രത്ത് ഖലീഫ സാനി എന്നോട് പറഞ്ഞു, പുഷ്പങ്ങൾ മണക്കുമ്പോൾ മൂക്കിനോട് അടുത്ത് പിടിക്കരുത്, അല്പം വിട്ടുപിടിക്കേണ്ടതാണ്. പുഷ്പങ്ങളുടെ സുഗന്ധം വളരെ നല്ല രീതിയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. कहते हैं कि 1913 ഹദ്രത്ത് അമീർ ഖാൻ സാഹിബ് പറയുന്നു, ഡിസംബർ 1913 രാത്രിയിൽ ഞാൻ സ്വപ്നത്തിൽ ऐसे करो ഹദ്രത്ത് മിയാൻ സാഹിബിനെ ജോലിക്കാരുടെ കൂടെ ഒരു വീട്ടിൽ കാണുന്നു. ആ വീടിന്റെ താഴ്ഭാഗത്ത് സമുദ്രം തള്ളിക്കയറിയിരിക്കുന്നു. അത് നാശത്തിന്റെ വക്കിലെത്തിയിട്ടുണ്ട്. ഇതിന്റെ പൊരുൾ ഖിലാഫത്തിന് നിഷേധികൾ ഖിലാഫത്ത് നിഷേധിച്ചതിലൂടെ പൂർത്തിയായി. दरमियानी रात को 1930 ഫെബ്രുവരി മധ്യരാത്രിയിൽ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്. ഞാൻ ഒരു കോണിപ്പടിയിൽ കയറുകയാണ്. എന്റെ പിന്നിൽ ഉമ്മുൽ മുഅ്മിനീൻ സാഹിബയും കയറുന്നുണ്ട്. तो मैं അവരെ കണ്ടപ്പോൾ यानी हज़रत उम्मुल मोमिनीन की അവരോടുള്ള ആദരവ് കാരണം ഞാൻ ഭയപ്പെട്ടു. हज़रत उम्मुल मोमिनीन साहिबा എന്നാൽ को फरमाया ഹദ്രത്ത് ഉമ്മുൽ മുഅ്മിനീൻ സാഹിബ വാത്സല്യത്തോടെ എന്നോട് പറഞ്ഞ്, ഭയപ്പെടേണ്ട, നീയും നമ്മുടെ കുട്ടി തന്നെയല്ലേ. एक ഇതിനുശേഷം एक और मकान ഒരു ഗോവയിൽ നിന്നും जीने से മറ്റൊരു വീട്ടിലേക്ക് ഞാൻ പോയി. और वो मकान भी हज़रत मसीह मौद अलैहिस्सलाम ആ വീടും ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീടാണ്. के वहाँ खानदान അവിടെ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തിൽ എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. इंस्पेक्टरी की तनख्वाह से എന്നാൽ ശമ്പളം സബ് ഇൻസ്പെക്ടർ मशवरे के बाद कबूल कर लिया। സെക്രട്ടറിക്ക് ലഭിക്കുന്ന ശമ്പളത്തേക്കാൾ വളരെ കുറവാണ്. അത് ഞാൻ മഷൂറക്ക് ശേഷം സ്വീകരിച്ചു. എന്നാൽ ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, എന്തിനാണ് ആദ്യത്തെ ജോലി താങ്കൾ ഉപേക്ഷിച്ചത്? ഞാൻ പറഞ്ഞു, ഇന്ന വ്യക്തി എന്നെ വഞ്ചിച്ചു. ആ വ്യക്തി വീണ്ടും എന്നോട് ചോദിക്കുന്നതല്ലെങ്കിൽ മറ്റൊരാൾ എന്നോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് താങ്കൾ വൈകി വന്നത്? ഞാൻ പറഞ്ഞു, എന്റെ അതിഥി രോഗിയായിരുന്നു, അദ്ദേഹത്തെ उम्मुल मोमिनीन साहिबा പരിപാലിക്കുന്നത് കാരണമായിട്ടാണ് की वजह से देर വൈകിയത്. ഇത് കേട്ടപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ സാഹിബ പറയുകയുണ്ടായി, പരിപാലനം കാരണം പൊതുവിൽ വൈകാറുണ്ട്. അതിനുശേഷം ഞാൻ കാണുന്നത് ചിലർ ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി
और वो शोरश करने റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ തള്ളിക്കയറിയിരിക്കുന്നു. അവർ ഒച്ചപ്പാടുണ്ടാക്കാൻ ശ്രമിക്കുന്നു. എന്റെ കയ്യിൽ വാളുണ്ടായിരുന്നു. ഞാൻ വാളെടുത്തു, എല്ലാവരെയും ഓടിച്ചു വിട്ടു. തിരിച്ചകത്തേക്ക് വന്നപ്പോൾ ഒരാൾ വാളെടുത്ത് വീണ്ടും വീട്ടിൽ ആക്രമിച്ചു കടന്നിരിക്കുകയാണ്. എന്റെ വാൾ എടുത്ത് അയാളുടെ വാള് ഞാൻ പൊട്ടിച്ചു കളഞ്ഞു. അങ്ങനെ അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെയായി. അപ്പോഴേക്കും കുറച്ചുപേർ ഉസൂറിനെ വളഞ്ഞിരിക്കുകയാണ്. ഖലീഫത്തുൽ മസീഹ് സാനി എന്നെ വിളിച്ചു. ഞാൻ ജനക്കൂട്ടത്തെയും और एक ഓടിച്ചു വിട്ടു. शख्स को जो कि फितने का बानी मुबानी था उसे പിന്നീട് ഈ ഫിത്നയുടെ എല്ലാ നേതാവായ ഒരാൾ അവിടെ വന്നു. അയാളെ വാളുകൊണ്ട് കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ അയാൾ എന്റെ നേർക്ക് മുഖം തിരിച്ചുകൊണ്ട് പിന്നിലേക്ക് നടക്കാൻ തുടങ്ങി. ഞാൻ അയാളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങനെ അയാളെ ഞാൻ വളയുകയും കൊല്ലുകയും ചെയ്തു. जब मैं अंदर वापस आया പിന്നീട് ഞാൻ അകത്തേക്ക് വന്നപ്പോൾ ഹദ്റത്ത് ഉമ്മുൽ മുഅ്മിനീൻ സാഹിബയും ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹും സാനിയും എനിക്ക് പാൽ നൽകി. ഒരാൾ ഞാൻ പാല് കുടിക്കുന്നത് കണ്ടുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് പാല് കുടിക്കുന്നത്? ഞാൻ ചോദിച്ചു, പാല് മോശമായ വസ്തുവാണോ? പാല് കുടിക്കുന്നത് നല്ലതല്ലേ? അപ്പോഴേക്കും എന്റെ കണ്ണ് തുറന്നും. ഈ സ്വപ്നം കത്തിലൂടെ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനിക്ക് അയച്ചു കൊടുത്തു. ഹുസൂർ 5/3/30 പ്രൈവറ്റ് സെക്രട്ടറി മുഖേന മറുപടി അയച്ചു. സ്വപ്നം നല്ലതാണ്. അള്ളാഹു നിങ്ങളിൽ നിന്നും ജമാഅത്തിന്റെ ഏതെങ്കിലും സേവനം ചെയ്യിപ്പിക്കുന്നതാണ്. ഇതിനുശേഷം ഏപ്രിൽ 30 ഹുസൂറിന്റെ അടുത്ത് कि ഒരു കത്ത് ഞാൻ അയച്ചു. हुजूर सैयदना അതിൽ ഇപ്രകാരം എഴുതി, ഞങ്ങളുടെ നേതാവും ഇമാമുമായ അമീറുൽ മുഅ്മിനീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ ഒരു പദ്യം എഴുതി. അർബല കൗമെ ഈം बिन हादस രാഹത്ത് ദാദാസ്ത് സേർ ആം രഞ്ജെ കരം പിൻഹായാസ്ത്. മിസ്ത്രികളുടെ ഫിത്നകളും പോലീസിന്റെ അനുചിത്യപൂർണമായ നടപടിയും കേട്ടപ്പോൾ ഹൃദയം നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോവുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുഴപ്പക്കാരുടെ ഒരു സംഘത്തെ ഹുസൂറിന്റെ ചുറ്റും കൂടിയതായി ഞാൻ കണ്ടിരുന്നു. അവരെ ഞാൻ വാളുകൊണ്ട് ഓടിപ്പിച്ചിരുന്നു. അവരുടെ നേതാവിനെ ഞാൻ കൊല്ലുകയും ചെയ്തിരുന്നു. ഹുസൂറിന്റെ സമക്ഷം ഈ സ്വപ്നം ഞാൻ നേരത്തെ അയച്ചതാണ്. ഹുസൂർ ഇതിന് മറുപടിയായി എഴുതിയത്, അള്ളാഹു താങ്കളുടെ ജമാഅത്തിന്റെ വല്ല സേവനം ചെയ്യിപ്പിക്കുന്നതാണ്. എന്നാൽ അതുകൊണ്ട് ആ സേവനം ചെയ്യാനായി ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്നാൽ ഈ സേവനം എങ്ങനെ ചെയ്യുവാൻ എനിക്ക് കഴിയും എന്നറിയില്ല. ദുആയും അള്ളാഹുവിന്റെ സഹായവുമല്ലാതെ മറ്റൊരു മാർഗവും കാണുന്നില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഹുസൂറിനോട് അപേക്ഷിക്കുകയാണ്. माकर मेरी दुआओं को कबूल അള്ളാഹു ബലഹീനനായ दीन के हसूल का अमली मौका എന്റെ ബലഹീനതകൾ അകറ്റി ദുആകൾ സ്വീകരിക്കുമാറാകട്ടെ. എനിക്ക് ദീനി സേവനത്തിനുള്ള സന്ദർഭം നൽകുമാറാകട്ടെ. വസ്സലാം. അമീർ മുഹമ്മദ് ഖാൻ സാഹിബ്, ഇൻസ്പെക്ടർ, ജില്ല ജലന്ധർ. कहते हैं कि अल्हम्दुलिल्लाह सुमा अल्हम्दुलिल्लाह പറയുന്നു, അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ 7 വർഷത്തിനു ശേഷം എന്റെ ഈ സ്വപ്നം അക്ഷരം പ്രതി പൂർത്തിയാവുകയുണ്ടായി. 1924 ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ജോലിയിൽ നിന്നും രാജിവെച്ചു. അത് അയാളുടെ വഞ്ചനയാണെന്ന് പിന്നീട് മനസ്സിലായി. उसने बाद वजूहात की കാരണം അയാൾ कहा था ചില കാരണം പറഞ്ഞ് എന്നോട് പറഞ്ഞിരുന്നത്, ഞാനും ജോലി രാജിവെക്കുകയാണ്, നീയും രാജിവെക്കുക. പിന്നീട് മനസ്സിലായത് അയാൾ ഇതേവരെ ജോലി ഉപേക്ഷിച്ചിട്ടില്ല എന്നതാണ്. ആദ്യ ജോലിയിൽ എനിക്ക് 90 രൂപയാണ് ശമ്പളം കിട്ടിയിരുന്നത്. ഇപ്പോൾ കാദിയാനിൽ 20 രൂപയാണ് കിട്ടുന്നത്. സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെയാണ് ഇത് നടന്നത്. കാദിയാനിലുള്ള ജോലി അഞ്ചുമന്റേതല്ല, തരീജദീദിന്റെ ജോലിയാണ്. ഈ പദ്ധതി ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ പ്രത്യേകമായിരിക്കുന്ന പദ്ധതിയാണ്. तरफ होकर आखिर 1936 तक 1932 ഞാൻ ജോലി ഉപേക്ഷിച്ച് 1936 വരെ വീട്ടുജോലി കാരണം വീട്ടിൽ തന്നെ നിന്നു. അവിടെ വന്ന് ഖവാരിജിന്റെ ഫിത്നയെ സ്വന്തം കണ്ണുകൊണ്ട് കാണുകയുണ്ടായി. ദുആ ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചു. ഫഖറുദ്ദീൻ സാഹിബ് ഈ ഫിത്നയുടെ നേതാവായിരുന്നു. അയാളുടെ വധത്തെക്കുറിച്ചുള്ള സംഭവം നേരിട്ട് കാണുകയുണ്ടായി. അള്ളാഹു എന്റെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തിയാക്കി. നിന്റെ കാരുണ്യം കൊണ്ട് ശത്രുക്കൾ പരാജയപ്പെട്ടു. की है ഹക്കീം അത്ത മുഹമ്മദ് സാഹിബ് 1901 ബയ്യത്ത് ചെയ്തത് പറയുന്നു. ഹദ്റത്ത് ഖലീഫ സാനിയുടെ 1 माह बाद ബയ്യത്തിന് 1 മാസത്തിനു ശേഷം ഹക്കീം അഹമ്മദ്ദീൻ സാഹിബ് ഷാദറയിൽ നിന്നും ലാഹോറിൽ എന്റെ വീട്ടിൽ വന്നു. मोहम्मद अली साहब से मसला नबूवत पर कुछ गुफ्तगू മുഹമ്മദ് അലി സാഹിബുമായി നുബൂവത്തിന്റെ വിഷയത്തിൽ നമുക്ക് സംസാരിക്കാം എന്ന് എന്നോട് പറഞ്ഞു. ഞാനും അദ്ദേഹത്തിന്റെ കൂടെ പോയി. അവിടെ പള്ളിയിൽ സൗഹൃദമായി ഹക്കീം അഹമ്മദ്ദീൻ സാഹിബും മൗലവി മുഹമ്മദ് അലി സാഹിബും സംസാരം തുടങ്ങി. मिनट तक सिलसिला जारी रहा. 15-20 മിനിറ്റ് വരെ ഇത് തുടർന്നു. नबूवत है कि വിഷയം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണോ അല്ലയോ എന്നുള്ളതായിരുന്നു. सब अपने अपने घर आ गए അതിനുശേഷം ഞങ്ങളെല്ലാം വീട്ടിൽ തിരിച്ചെത്തി. कि इलाही രാത്രിയിൽ ഞാൻ ദുആ ചെയ്തു. मोहम्मद अली ने जो बयान किया है ഇലാഹി, മൗലവി മുഹമ്മദ് അലി സാഹിബ് പറഞ്ഞതിൽ കുറെയൊക്കെ സത്യത ഉണ്ടല്ലോ. इस्लाम की नबूवत के बारे में
ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നുബുവത്തിന്റെ കാര്യത്തിൽ ഇദ്ദേഹത്തിനും സംശയം വന്നു. मैंने रात को ख्वाब में അള്ളാഹു എന്റെ ഹൃദയത്തെ നീ തന്നെ സംരക്ഷിക്കണമെന്നും ഞാൻ രാത്രി സ്വപ്നം കാണുകയാണ് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ ധൃതിപ്പെട്ടുകൊണ്ട് വിഷമിച്ച് എത്തിയിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, അതാ അങ്ങോട്ട് നോക്കും. ഞാൻ നോക്കിയപ്പോൾ ഒരു പ്രാപിടിയം വളരെ കോപിച്ചുകൊണ്ട് ഒരു പ്രാവിനെ നോക്കുകയാണ്. ആ പ്രാവ് മറ്റൊരു പ്രാപിടിയന്റെ കൂടേക്ക് മുകളിൽ പോയി ഇരിക്കുകയാണ്. എന്നിട്ട് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നോക്കൂ, മറ്റേ പ്രാപിടിയന്റെ കുടയിൽ പോയിരിക്കുന്ന പ്രാവിനെ വളരെ കോപത്തോടു കൂടിയാണ് ഈ പ്രാപിടിയൻ നോക്കുന്നത്. അതുകൊണ്ട് ഇനി जाऊंगा। फिर നിങ്ങളും പൈഗാമികളുടെ ബിൽഡിംഗിൽ പോകരുത്. ഞാൻ പറഞ്ഞു, ഹദ്രത്ത് സാഹിബ്, ഇനി ഞാൻ ഒരിക്കലും പോകുന്നതല്ല. അപ്പോഴേക്കും എന്റെ കണ്ണു തുറന്നും फरमाते हैं അള്ളാഹുവിന്റെ ഫളിലിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. ഡോക്ടർ അബ്ദുൽ ഗനി സാഹിബ് കട്ടക് പറയുന്നു, 1907 അദ്ദേഹം ബൈഅത്ത് ചെയ്തത്. കാലം കടന്നുപോയി. ഖലീഫ അവലിന്റെ വഫാത്ത് നടന്നു. നെയ്റോബിയിലെ എല്ലാ അഹമ്മദികളും അപ്പോൾ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ मोहम्मद हुसैन साहब ബയ്യത്തിൽ പ്രവേശിച്ചു. ഞാനും മുഹമ്മദ് ഹുസൈൻ സാഹിബ് ഭട്ടും ഖാജ ഖബറുദ്ദീൻ സാഹിബ് മർഹൂം എന്നിവർ വിട്ടുനിന്നു. ഞങ്ങൾ ബയ്യത്ത് ചെയ്തില്ല. जाने का मौका मिला। പിന്നീട് എനിക്ക് ഇന്ത്യയിൽ പോകാനുള്ള സന്ദർഭം ലഭിച്ചു. ഞാൻ ജോലിയിൽ നിന്നും വിരമിച്ചിരുന്നു. യുദ്ധം തുടങ്ങി. ഇന്ത്യയിൽ തന്നെ ഞാൻ തങ്ങി. मेडिकल कॉलेज लाहौर മെഡിക്കൽ കോളേജ് ലാഹോറിൽ असिस्टेंट की मुलाजमत मिल गई। ഹെഡ് ലബോറട്ടറി അസിസ്റ്റന്റ് എന്ന നിലയ്ക്ക് ജോലി എനിക്ക് ലഭിച്ചു. बिल्डिंग में बहुत जाया करता ആ ദിവസങ്ങളിൽ പൈഗാമികളുടെ ബിൽഡിംഗിൽ ഞാൻ പോകാറുണ്ടായിരുന്നു. എന്റെ താല്പര്യവും ചായവും അവരോടായിരുന്നു. दर्श भी അവിടെയാണ് നമസ്കരിച്ചിരുന്നത്. ദർസും അവിടെയാണ് കേട്ടിരുന്നത്. അഭിപ്രായ ഭിന്നതയുള്ള കാര്യങ്ങൾ അവിടെ വെച്ച് ചർച്ച ചെയ്യുമായിരുന്നു. बेग साहब मरहूम से ജനാബ് മിർസ യക്കൂബ് ബേഗ് സാഹിബ് മർഹൂമിനോട് ഒരിക്കൽ ഞാൻ ചോദിച്ചു, बजाना थे। ഈ അഭിപ്രായ ഭിന്നതയിൽ സത്യത്തിൽ നിൽക്കുന്നത് ആരാണ്? അദ്ദേഹം ഇതിന് മറുപടിയായി പറഞ്ഞത്, അറിവുള്ളവരെല്ലാം നമ്മുടെ കൂടെയല്ലേ? तो हमारे साथ आ गए हैं। അത് വലിയ വലിയ അറിവുള്ള ആളുകളെല്ലാം നമ്മളെ കൂടെയാണല്ലോ വന്നത്. दिनों में हाजी ആ ദിവസങ്ങളിൽ उन्हीं दिनों में ഞാൻ ഹാജി മൂസ സാഹിബിന്റെ കടയിലും പോകാറുണ്ടായിരുന്നു. मुंशी महबूब आलम साहब അവിടെ മുൻഷി മഹബൂബ് ആലം സാഹിബ് के രാജ്പുത് സൈക്കിൾ വർക്സിന്റെ പ്രോപ്പറേറ്ററാണ് അദ്ദേഹം. ഇപ്പോൾ मसाइल पर അദ്ദേഹത്തെയും കാണാറുണ്ടായിരുന്നു. അഭിപ്രായ ഭിന്നതയുള്ള കാര്യങ്ങളിൽ സജീവമായി ചർച്ച ചെയ്തിരുന്നു. മുൻഷി സാഹിബ് അല്പം കഠിന പദങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഞാൻ മനസ്സിലാക്കിയിരുന്നത് മുൻഷി സാഹിബ് ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത് എന്നാണ്. മുൻഷി സാഹിബിന്റെ സ്വഭാവമായിരുന്നു അത്. चुनाचे मुंशी साहब ने एक दफा मुझे कहा कि तुम पैगाम बिल्डिंग में क्या അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, പൈഗാം ബിൽഡിംഗിൽ എന്തിനാണ് നീ പോകുന്നത്? ഞാൻ പറഞ്ഞു, വിശുദ്ധ ഖുർആന്റെ ദർസ് കേൾക്കാനാണ് പോകുന്നത്. होना चाहिए मेरा। നീ നിത്യവും അവിടെയല്ലേ പോകുന്നത്? हमारे साथ भी कुरान मजीद सुनने के लिए चलो। ഇന്ന് വിശുദ്ധ ഖുർആൻ കേൾക്കാൻ ഞങ്ങളുടെ കൂടെ വരിക. मियाँ चिराग ആ ദിവസങ്ങളിൽ दुकान पर हुआ करती थी। മിയാ ചിറാഗുദ്ദീൻ സാഹിബ് മർഹൂമിന്റെ വീട്ടിലാണ് നമസ്കാരവും അനുഷ്ഠിച്ചിരുന്നത്. ദർസും അവിടെയാണ് നൽകിയിരുന്നത്. മൗലാന ഗുലാം റസൂൽ സാഹിബ് രാജകിയാണ് നൽകിയിരുന്നത്. ഞാൻ ആദ്യം ചെന്നപ്പോൾ സയഖൂലു എന്ന ജുസ്ഇന്റെ ആദ്യ റുക്കുഇന്റെ അതായത് രണ്ടാമത്തെ ജുസ്ഇന്റെ ആദ്യത്തെ റുക്കുവിന്റെ ദർസാണ് നൽകിയിരുന്നത്. മൗലാന രാജകി സാഹിബ് നല്ല ഒഴുക്കോടുകൂടി സുവ്യക്തമായി തെളിവുകൾ നിരത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം കൽപ്പിക്കുകയുണ്ടായി. ഇതിനു മുമ്പ് ഞാൻ ഒരിക്കലും കേട്ടിരുന്നില്ല. ആദ്യം ഞാൻ മൗലവി സാഹിബിന്റെ രൂപം കണ്ടപ്പോൾ ഈ വ്യക്തി വല്ല ജട്ടോ കൃഷിക്കാരനോ ആണല്ലോ, പിന്നെ ഇദ്ദേഹം എന്ത് ദർശനം നൽകുക എന്ന് മനസ്സിൽ വന്നു. का दरिया रवां है मौलवी साहब से। चुनाचे എന്നാൽ ആത്മീയ ജ്ഞാനത്തിന്റെ ഒരു നദി തന്നെ ഒഴുകുന്നതായിട്ടാണ് പിന്നീട് കണ്ടത്. कि तुम्हारे मौलवी मोहम्मद अली साहब ने भी മുൻഷി മഹബൂബാലൻ സാഹിബിനോട് മൗലവി സാഹിബിനെ കുറിച്ച് ഞാൻ പുകഴ്ത്തി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മൗലവി മുഹമ്മദ് അലി സാഹിബും ഇദ്ദേഹത്തിൽ നിന്നാണ് ഖുർആൻ അറിവ് നേടിയത്. ആ ദിനങ്ങളിൽ ഞാൻ സംശയത്തിൽ ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരു സ്വപ്നം കാണുകയാണ്. ഒരു പള്ളി കാണുന്നു. പട്ടാലയിലെ ജാമിയ മസ്ജിദ് പോലെയാണ് അത്. ആ പള്ളിയുടെ ഒത്ത നടുവിൽ ഞാൻ ഇരുന്നപ്പോൾ വുളുവെടുത്ത് നമസ്കരിക്കാൻ ആഗ്രഹം മനസ്സിൽ വന്നു. വെള്ളം അന്വേഷിച്ചപ്പോൾ വെള്ളം അവിടെ ഒന്നും കണ്ടില്ല. इसलिए मैंने बिलमुकाबल पानी की तलाश ഞാൻ വെള്ളം അന്വേഷിച്ചുകൊണ്ട് നടന്നു. ऐसा होता है कि അപ്പോൾ ഒരു മസ്ജിദ് കാണുകയുണ്ടായി. पैगाम बिल्डिंग की അത് जिसमें പൈഗാം ബിൽഡിംഗിലെ പള്ളിയായിട്ടാണ് തോന്നിയത്. അതിൽ വെള്ളത്തിന്റെ ടാപ്പുകളുണ്ട്. ഞാൻ ഒന്നു ചെയ്യാൻ വേണ്ടി ടാപ്പ് തുറന്നു. അപ്പോൾ നല്ല വെള്ളം ആദ്യം വന്നു. ഉടനെ അഴുക്കുള്ള വെള്ളവും വരാൻ തുടങ്ങി. അതിൽ നല്ല അഴുക്കുണ്ടായിരുന്നു. और अंग्रेजी में एलजी के വെള്ളത്തിൽ നിന്ന് कहते हैं പായലും മറ്റും എല്ലാം പുറത്തേക്ക് വരാൻ തുടങ്ങി. और मेरे हाथों पर पड़ गया, जिससे मैंने ये ख्याल किया അത് എന്റെ കയ്യിലും വന്ന് പതിച്ചു. അപ്പോൾ ഞാൻ മനസ്സിൽ കരുതുന്നു,
ഇത് വളരെ ചീത്ത വെള്ളമാണല്ലോ, അതും തീർന്നുപോയി. ഇതിനുശേഷം ഞാൻ ആദ്യ പള്ളിയിലേക്ക് തന്നെ തിരിച്ചുപോയി. और वो दीवार जो ऊंची मालूम होती है, इस पर मैं चढ़ रहा हूँ। ഉയരമുള്ള ഒരു മതിലിൽ ഞാൻ കയറുന്നു. तो डॉक्टर सैयद मोहम्मद हुसैन शाह साहब ने मेरे पीछे से आकर टांग पकड़ ली। അപ്പോൾ ഡോക്ടർ സയ്യിദ് ഹുസൈൻ സാഹിബ് പിന്നിൽ നിന്ന് വന്ന് എന്റെ കാല് പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഇനി വരരുത്. भी जिसमें वजू कर रहे അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് വരേണ്ട ആവശ്യമില്ല എന്ന്. വുളു ചെയ്ത ആ പള്ളിയെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ പള്ളിയിലേക്ക് തിരിച്ചു ചെന്നപ്പോൾ तो वहां पर नहायत അവിടെ ശുദ്ധമായ വെള്ളത്തിന്റെ ഒരു ഹൗള് കാണുകയുണ്ടായി. तो मुसफ़ा पानी का एक हौज नजर आया और हज़रत मौलवी गुलाम रसूल साहब राजी की एक हदीस ഹസ്രത്ത് മൗലവി ഗുലാം റസൂൽ സാഹിബ് രാജിക്ക് ഒരു ഹദീസ് ഗ്രന്ഥത്തിന്റെ ദർസ് നൽകുകയാണ്. हाशियों पर भी അത് നല്ല കടലാസിൽ പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ അരികുകളിലും നല്ല രീതിയിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. और मैं അപ്പോൾ ഞാൻ മനസ്സിൽ പറയുകയാണ്, ഇവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ, ആദ്യം ഞാൻ ഇത് കണ്ടില്ല. അങ്ങനെ വുളു ചെയ്ത് ഞാൻ കൈ ഉയർത്തിയപ്പോൾ മിസ്ത്രി മുഹമ്മദ് മൂസ സാഹിബിന്റെ മകൻ മുഹമ്മദ് ഹുസൈൻ വാളുമെടുത്ത് എന്റെ അടുത്ത് നിൽക്കുകയാണ്. അത് ഖലീഫ സാനി എന്നെ കൊല്ലാൻ വേണ്ടി അയച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ മുനാഫിക്കാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തെ കൊല്ലുക. മുഹമ്മദ് ഹുസൈൻ സാഹിബിനെ ഞാൻ നോക്കിക്കൊണ്ട് ചോദിച്ചു, ഒരു മുഅ്മിനെയാണ് കൊല്ലാൻ നീ വാളെടുത്തത്? ഞാൻ വിശ്വാസിയാണെന്ന് നിനക്കറിയില്ലേ? അതിനുശേഷം ആ കാഴ്ച മാറി. പിന്നെ കാണുന്നത് ഞാൻ കയ്യിൽ വാള് പിടിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കുട്ടികൾ ചുവപ്പും വെള്ളവും നിറമുള്ള യൂണിഫോം ധരിച്ചുകൊണ്ട് വിലാപം നടത്തുകയാണ്. होते हैं। मैं അത് മുഹറം മാസമായി എനിക്ക് തോന്നുന്നു. ഞാൻ വാളെടുത്ത് ആ കുട്ടികളുടെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് പറയുന്നു, ഇവിടെ നിന്ന് പോകുക. അങ്ങനെ ആ കുട്ടികൾ ഓടിപ്പോകുന്നു. അതിനുശേഷം എന്റെ और मैं उस कमरे മകൻ അബ്ദുൽ ഗഫൂറിന്റെ വീട്ടിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ആ റൂമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഞാൻ പോയപ്പോൾ और मैं ख्याल कर പോലീസുകാർ അവിടെ പരിശോധിക്കാനായി വന്നിട്ടുണ്ട്. लाइसेंस है इसकी तलाश എന്റെ കയ്യിലുണ്ടായിരുന്ന വാൾ ലൈസൻസ് ഇല്ലാത്തതാണ്, ഇത് പരിശോധിക്കാനാണ് വന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ തന്നെ എന്റെ മനസ്സിൽ വന്നത്, ഈ വാൾ ഞാൻ ആഫ്രിക്കയിൽ നിന്നാണല്ലോ കൊണ്ടുവന്നത്. അതിനുശേഷം എന്റെ കണ്ണ് തുറന്നു. ഈ സ്വപ്നം ഞാൻ ചില സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. മിസ്ത്രി മുഹമ്മദ് മൂസ സാഹിബ് എന്നോട് പറഞ്ഞതായി തോന്നുന്നു, സ്വപ്നത്തിൽ വധിക്കപ്പെട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു, മുനാഫിക്കത്ത് പൂർണ്ണമായും ഇല്ലാതാകുമായിരുന്നു. ഇത് കണ്ടതിനു ശേഷവും അദ്ദേഹം ആദ്യം ബയ്യത്ത് ചെയ്തിരുന്നില്ല. कर ली और फिर मैं खुदा ഇതിനുശേഷം ഞാൻ ഖലീഫ സാനിയുടെ കയ്യിൽ ബയ്യത്ത് ചെയ്തു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ പ്രസ്ഥാനത്തിൽ ഇഖ്ലാസിലും സ്നേഹത്തിലും പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഖൈറുദ്ദീൻ സാഹിബ് പറയുന്നു, कि जब अहरार का फितना भड़का तो खाकसार ने देखा അഹ്രാരികളുടെ ഫിത്ന हजरत अमीरुल मोमिनीन വർദ്ധിച്ചപ്പോൾ ഞാൻ കാണുന്നത് അതിലത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ അടുത്ത് യൂസുഫ് എന്നു പേരുള്ള ഒരാളും കിടക്കുന്നുണ്ട്, മറുഭാഗത്ത് ഷേർ മുഹമ്മദ് എന്ന ആളും കിടക്കുന്നുണ്ട്. वाकया में ये यूसुफ तो है അള്ളാഹു ഇതിലെ പൊരുള് പറഞ്ഞു തന്നത് ഇദ്ദേഹം യഥാർത്ഥത്തിൽ യൂസുഫാണ്. എന്നാൽ ഉസൂറിന്റെ പുരോഗതി കണ്ട് ചിലർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം ഇദ്ദേഹത്തിന്റെ കൂടെ ശക്തമായ ദൈവിക ഹസ്തമുണ്ട്. അതുകൊണ്ട് അസൂയാലുക്കൾക്ക് ഇദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഈ സ്വപ്നം യഥാർത്ഥത്തിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു കവിതാ ശകലത്തിന് സമാധാനമാണ്. യൂസുഫ് तो सुन चुके हो वो एक चाह में गिरा था, ये चाह से निकाले उसकी सदा यही है. 1896 की അതിൽ ഡോക്ടർ നിമത് ഖാൻ സാഹിബ് വിവരിക്കുന്നു, 1896 ബയ്യത്ത് ചെയ്തത്. രണ്ടാം ഖിലാഫത്തിന്റെ സമയം വന്നപ്പോൾ ഞാൻ ബയ്യത്തിന്റെ കത്ത് ഹസ്രത്ത് അമീറുൽ മുഅ്മിനീൻ അയച്ചു കൊടുത്തു. अपने घर पर था നാദൂൻ ജില്ല കാങ്കടയിൽ എന്റെ വീട്ടിൽ അവധിയിൽ വന്നതായിരുന്നു ഞാൻ. എനിക്ക് ഓർമ്മ വരുന്നത് पता है, यानी ये जिक्र कर रहे हैं हजरत मौलवी गुलाम हुसैन साहब ഗുലാം ഹുസൈൻ സാഹിബ് പിഷാവരി बताया ये सरदार मिर्जा അദ്ദേഹത്തിന്റെ ഒരു കത്ത് വന്നു. ഇദ്ദേഹം സാഹിബ്സാദ മിർസ ബഷീർ അഹമ്മദ് സാഹിബിന്റെ ഭാര്യാപിതാവായിരുന്നു. ഇദ്ദേഹം ആദ്യം ബയ്യത്ത് ചെയ്തിരുന്നില്ല, പൈഗാമിയുടെ കൂടെ പോയിരുന്നു. ने लिखा था അദ്ദേഹത്തിന്റെ കത്ത് എനിക്ക് കിട്ടി. ബയ്യത്ത് ദുർബലപ്പെടുത്താനായി അതിൽ എഴുതാൻ പറഞ്ഞിരുന്നു. फस्ख कर ഖലീഫ സാനിക്ക് ചെയ്ത ബയ്യത്ത് ദുർബലപ്പെടുത്താനാണ് എഴുതിയത്. അദ്ദേഹവുമായി ഒരു ദീർഘകാല ബന്ധം എനിക്കുണ്ടായിരുന്നു. और मैंने फस्ख के അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. बयान हो गया ബയ്യത്ത് ദുർബലപ്പെടുത്തുന്നതിനായി പൈഗാമെ സുൽഹ് എന്നുള്ള മാസിക ഞാൻ എഴുതി. അത് പ്രസിദ്ധീകരിച്ചു. अल्लाह ताला का പൈഗാമികളുടെ കൂടെ കൂടി. എന്നാൽ അള്ളാഹുവിന്റെ വലിയ ഔദാര്യം എന്ന് പറയട്ടെ, मेरे वही മസീഹ് മൗദിന്റെ കുടുംബത്തോടുള്ള എന്റെ സമീപനത്തിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരിക്കലും അവരെക്കുറിച്ച് മോശമായതൊന്നും ഞാൻ സംസാരിച്ചിരുന്നില്ല.
उनके मुतालिक कोई മസീമോദിന്റെ മക്കളെക്കുറിച്ച് ഉപമര്യാദയായി ഒന്നും തന്നെ സംസാരിച്ചിരുന്നില്ല. ഈ അവസ്ഥ ഒരു ദീർഘകാലം വരെ നിലനിന്നു. ഇവരുടെ ഒന്ന് രണ്ട് ജൽസയിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. गुलाम हुसैन साहब का മൗലവി ഗുലാം ഹുസൈൻ സാഹിബിനെ കുറിച്ച് ഞാൻ പരാമർശിക്കുകയുണ്ടായി. ഇദ്ദേഹം തുടക്കത്തിൽ ബയ്യത്ത് ചെയ്തിരുന്നില്ല. 1940 ഇദ്ദേഹം ബയ്യത്ത് ചെയ്യുകയുണ്ടായി. അങ്ങനെ ജമാഅത്തിൽ ചേർന്നു. പിന്നീട് കാദിയനിൽ വന്ന് താമസിച്ചു. या इससे पहले एक रात അദ്ദേഹം തുടർന്ന് പറയുന്നു, അവരുടെ ഒന്ന് രണ്ട് ജൽസയിൽ ഞാൻ പങ്കെടുത്തു. और पानी की लहरें 1930 ജൂണിൽ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, സമുദ്രത്തിന്റെ അടുത്ത് വലിയൊരു വീടുണ്ട്. തിരമാല ശക്തിയെ ആഞ്ഞടിക്കുന്നുണ്ട്. നല്ല ശബ്ദം വരുന്നുണ്ട്. ആ വീട്ടിന്റെ ഉള്ളിൽ നിന്നും മൗലവി മുഹമ്മദ് അലി പുറത്തേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ പകുതി മുഖം വെളുത്തതും പകുതി കറുത്തതുമായി കാണുന്നു. അപ്പോൾ എന്റെ മനസ്സിൽ വന്നത് അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിതം, അതായത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെയുള്ള ജീവിതം നല്ലതും അതിനുശേഷം കറുത്തതും तो उसके असबाब ആകുന്നു എന്നാണ്. ഇതിനുശേഷം അള്ളാഹു തന്റെ ദാസനെ ഹിദായത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനുള്ള സാഹചര്യവും അവൻ ഒരുക്കുന്നു. അത് കാരണം ഹിദായത്ത് ലഭിക്കുകയും ചെയ്യുന്നു. 1932 എന്റെ വീട്ടിലായിരുന്നു ഞാൻ. എന്റെ ഭാര്യ സർഗോദയിലായിരുന്നു. ഡോക്ടർ മുഹമ്മദ് യൂസുഫ് സാഹിബ് അമേരിക്കക്കാരൻ എന്റെ ബന്ധുവാണ്. അദ്ദേഹത്തിന്റെ കത്ത് കിട്ടി, താങ്കൾ വേഗം കാദിയാനിൽ വന്നാലും എനിക്ക് അമേരിക്കയിലേക്ക് പോകേണ്ടതുണ്ട്. എന്റെ വീട്ടുപണി തീർക്കേണ്ടത് താങ്കളുടെ ഡ്യൂട്ടിയാണ്. ഇദ്ദേഹം കാദിയാനിൽ ഒരു വീട് നിർമ്മിക്കുകയായിരുന്നു. അതിന്റെ മേൽനോട്ടം താങ്കൾ വഹിക്കണം എന്നാണ് കത്തിലുള്ളത്. ഏപ്രിൽ 1932 ഞാൻ കാദിയാനിൽ വന്നു. വീടിന്റെ പണി പൂർത്തിയാക്കി. എന്റെ ഭാര്യയും ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ അത്ഭുതകരമായ കാഴ്ചയാണ് ഞാൻ കാണുന്നത്. नई दुनिया नजर आने लगी। പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇവിടെ കാണുന്നു. നമസ്കാരത്തിലുള്ള സാന്നിധ്യം, ഉദുറിന്റെ ഖുത്ബയും പ്രഭാഷണങ്ങളും കേൾക്കലും कि जो मुगालते दिए गए थे वो आहिस्ता आहिस्ता दूर होने लगे। इत्तेफाक ഇതെല്ലാം मैं കാരണം തെറ്റിദ്ധാരണകളെല്ലാം അകലാൻ തുടങ്ങി. तो महाशा मोहम्मद उमर तबलीग के वास्ते वहां आए हुए थे ഞാൻ ഖാദിയാനിൽ നിന്നും നാദൂർ പോയി. कि आप बैत का फार्म भर। അപ്പോൾ मैंने बैत का മഹാമ മുഹമ്മദ് ഉമർ തബ്ലീഗിന് വേണ്ടി അവിടെ വന്നിരുന്നു. സംസാരമധ്യ അദ്ദേഹം പറഞ്ഞു, ബയ്യത്തിന്റെ ഫോറം പൂരിപ്പിച്ചയക്കുക. ഞാൻ ബയ്യത്തിന്റെ ഫോറം പൂരിപ്പിച്ചയച്ചു. എന്റെ ഹൃദയത്തിലെ എല്ലാ മാലിന്യവും അകറ്റപ്പെട്ടു. അള്ളാഹുത്തിന്റെ കൃപാകടാശം എന്നിൽ ചൊരിഞ്ഞു. എന്നെ പോലുള്ള പാപിക്ക് വീണ്ടും ജീവിതം നൽകി. എന്റെ കൂട്ടുകാർ ഇപ്പോഴും പൊങ്ങച്ചത്തിന്റെ ആ പിടിയിൽ അമർന്നിരിക്കുകയാണ്. ഞങ്ങൾ തെറ്റാണ് ചെയ്തതെന്ന് അവരുടെ ഹൃദയം പറയുന്നുണ്ട്. എന്നാൽ ഇമാരത്ത് സത്യം സ്വീകരിക്കാൻ അവർക്ക് തടസ്സമായി നിൽക്കുകയാണ്. जिसमें ഇത് തന്നെയാണ് അവരുടെ നരകം. ഇതിൽ അവർ എപ്പോഴും ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കാൻ മനസ്സ് പറയുന്നുണ്ട്, എന്നാൽ നിന്ദ്യനായി തീരുമോ എന്നതാണ് അവരുടെ ഭയം. അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. എന്നോട് അള്ളാഹു പ്രത്യേകം ഫضل ചെയ്തു. 2 വർഷമായി ഒരു രാത്രി ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, कि आसमान से एक सुनहरी संदूक मुनक्कश ആകാശത്ത് നിന്ന് വെട്ടിത്തിളങ്ങുന്ന പ്രക്ഷോഭിതമായ ഒരു സ്വർണ്ണ പേടകം ഇറങ്ങിയിട്ടുണ്ട്. इतने में एक അത് അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് സുവർണ കിരീടവും ഇറങ്ങി വന്നു. അത് ആ പേടകത്തിൽ നിൽക്കാൻ പോവുകയാണ്. ഞാൻ പറന്നുകൊണ്ട് അത് കൈകളിൽ എടുക്കുന്നു. അത് ഞാൻ എടുത്തപ്പോൾ ഭൂമിയുടെ നാനാഭാഗത്തു നിന്നും ഇസ്ലാമിന്റെ വിജയം എന്ന ശബ്ദം വരാൻ തുടങ്ങി. और ये उसी वक्त मेरे दिल में डाला ഉച്ചത്തിലുള്ള ശബ്ദമായിരുന്നു അത്. അത് കാരണം ഞാൻ ഉണർന്നുപോയി. അപ്പോൾ തന്നെ എന്റെ മനസ്സിൽ ഇട്ടത് ഈ കിരീടം ബ്രിട്ടന്റെ കിരീടമാണെന്നാണ്. हज़रत मियां सोने खान साहब फरमाते हैं ഹദ്റത്ത് മിയാൻ സോനെ ഖാൻ സാഹിബ് പറയുന്നു, मई 1938 1938 മെയ് മാസത്തിൽ उस वक्त അഹ്രാരികൾ വളരെ ശക്തമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ദുആ ചെയ്തുകൊണ്ടിരുന്നു. കൂടുതൽ സലാത്ത് ചെല്ലാൻ തുടങ്ങി. कि यार अब അഹ്റാർ പാർട്ടി ജമാഅത്തിനെതിരിൽ ശക്തമായ പ്രക്ഷോഭമാണ് നടത്തിയത്. रखी ദുആ ചെയ്ത് ഇപ്രകാരമാണ്, നാഥ, എന്റെ ഗുരുവിന്റെ അഭിമാനം നീ കാത്തുരക്ഷിക്കണമേ, ശത്രുക്കൾ ശക്തരാണ്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. 3 ഒട്ടകങ്ങളെ ഞാൻ കാണുന്നു. ഓരോ ഒട്ടകത്തിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ റളിയല്ലാഹു അൻഹും ഇരിക്കുന്നു. उनमें इन हर एक ऊंट पर സഹാബിമാർ മറ്റു ഒട്ടകങ്ങളിൽ ഇരിക്കുന്നു. सल्लल्लाहु अलैहि वसल्लम की जनाब റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, तुम आ गए हो, जाओ സോനെ ഖാൻ, और कदम നിങ്ങൾ വന്നോ? आहिस्ता चलना। പോകൂ, പതുക്കെ പതുക്കെ പോകണം, हजूर का गुलाम ശത്രുക്കൾ ഭയപ്പെടട്ടെ. जब 10 ഉദുറിന്റെ ഈ ദാസൻ മുമ്പിൽ നടന്നു. 10 അടി നടന്നപ്പോൾ പറഞ്ഞു, സോനെ ഖാൻ, നിങ്ങൾ പിന്നോട്ട് മാറിയാലും നിങ്ങളുടെ കാലടി ശബ്ദം കേൾക്കുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം प्यादा होकर आगे चलने लगे। ഒട്ടകപ്പുറത്ത് നിന്നും ഇറങ്ങി കാൽനടയായി മുന്നോട്ട് നടന്നു. മസ്ജിദ് മുബാറക്കിന്റെ അടുത്തെത്തിയപ്പോൾ ഖാദിയാന്റെ മസ്ജിദ് മുബാറക്കിൽ സഹാബാക്കളെല്ലാം ഒട്ടകത്തിൽ നിന്നും ഇറങ്ങി
ഹദ്രത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മസ്ജിദ് മുബാറക്കിലേക്ക് പോയി സഹാബാക്കളെ को मस्जिद मुबारक में छोड़कर साहबी भी साथ हैं मस्जिद പള്ളിയിൽ നിർത്തി फिर खिड़की जो लगी हुई है मस्जिद मुबारक की वहां से गुजर कर खलीफा അവിടെയുള്ള കൊച്ചു വാതിലിലൂടെ ഖലീഫത്തുൽ മസീഹ് സാനിയുടെ വീട്ടിൽ പ്രവേശിച്ചു. ഇവിടെ ഇദ്ദേഹത്തിന്റെ സ്വപ്നം അവസാനിക്കുകയാണ്. खैरुद्दीन साहब बयान करते हैं कि एक दफा ഹദ്രത്ത് ഖൈറുദ്ദീൻ സാഹിബ് വിവരിക്കുന്നു, ഒരിക്കൽ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, कि मैंने अपना पैसा കാബൂളിലെ അമീർ പറയുന്നു, आप भी आ रहा ഞാൻ എന്റെ പണം അയച്ചിട്ടുണ്ട്, स्त्रियों ने ഞാനും വരുന്നുണ്ട്. तो उस वक्त മിസ്ത്രികൾ ഒരു ഫിത്ന തുടങ്ങിയപ്പോൾ, था एक ഇത് കാദിയാനിൽ ആഭ്യന്തരമായ ഒരു ഫിത്ന ആയിരുന്നു, വലിയ ഒച്ചപ്പാട് അവർ ഉണ്ടാക്കിയിരുന്നു. सानी അപ്പോൾ ഞാൻ കാണുന്നത് അത് ഖലീഫ സാനി गोया ആകാശത്ത് നടക്കുകയാണ്. इतना ऊंचा ഇതിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനം വളരെ ഉന്നതമാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനത്തെത്തുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്, സാധ്യമായ കാര്യമാണ്. ലോകത്തുള്ളവർ എത്ര ശ്രമിച്ചാലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു ന്യൂനവും അദ്ദേഹത്തിന് വരുത്താൻ അവർക്കാകില്ല. കാരണം അദ്ദേഹത്തിന്റെ പാദം എത്രയോ ഉന്നത സ്ഥാനത്താണുള്ളത്. हजूर इस्लाम के इस शेर के मतहत है कि आसमान ആകാശവാസികൾക്ക് ഭൂതലത്തോട് എന്ത് ബന്ധം എന്ന് ഉസൂർ പറഞ്ഞ ആ പദ്യത്തിന്റെ അനുഗുണമാണിത്. മിയാൻ സോനെ ഖാൻ സാഹിബ് പറയുന്നു, खलीफा सानी ഇപ്പോൾ ഞാൻ ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ സാക്ഷ്യം വിവരിക്കുകയാണ്. അത് എന്നിൽ വെളിപ്പെട്ടതാണ്. स्त्रियों ने അഹ്റാരികളുടെ ഫിത്ന കൊടികുത്തി വഴുമ്പുന്ന കാലത്ത് മിസ്ത്രികളും വലിയ ആക്ഷേപങ്ങൾ ഉസൂറിനെതിരെ ഉന്നയിച്ചിരുന്നു. ഞാൻ ദുആ ചെയ്തുകൊണ്ടിരുന്നു, അള്ളാഹുവെ എന്റെ ഗുരുവിന്റെ അഭിമാനം കാത്തുരക്ഷിക്കണമേ. അദ്ദേഹം എന്റെ മസീന്റെ മകനാണ്. കുറെ ഞാൻ ദുആ ചെയ്തു, സലാത്തും ഫാത്തിഹയും ചൊല്ലിക്കൊണ്ടിരുന്നു, ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. സ്വപ്നത്തിൽ ഒരാൾ എന്റെ അടുത്ത് വന്ന് कि मशरिक की तरफ അദ്ദേഹം പറഞ്ഞു, കിഴക്ക് ഭാഗത്ത് ബൂഡ ഗ്രാമത്തിൽ ഒരു മൗലവി വന്നിട്ടുണ്ട്, അഹമ്മദികളെ ഞാൻ വേരോടെ പിഴുതെറിയും എന്നാണ് പറയുന്നത്. ബർക്കത്ത് അലി അഹമ്മദി, ഫത്ത അഹമ്മദി, और बंदा यानी ये मियां सोने खान साहब कहते हैं कि मैं और बरकत अली अहमदी और फतेह अली अहमदी को अपने साथ लेकर എന്നിവരുടെ की तरफ रवाना हुआ। यहाँ मौलवी കൂടെ കൂട്ടി ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു, ആ മൗലവിയുടെ അടുത്തേക്ക്. സ്വപ്നത്തിലാണ്. പെൻബരി എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ वक्त हो गया, मैंने इमाम बनकर അസർ നമസ്കാരത്തിന് സമയമായിരുന്നു. ഞാൻ ഇമാമായി ഞങ്ങൾ മൂന്നുപേരും നമസ്കരിച്ചു. पगलाना भी आ गए। ഖിറത് ഖാനും ഗുലാംഗോസ് അഹമ്മദ് പഗ്വാൽ ആന എന്നിവരും അവിടെ എത്തിച്ചേർന്നു. ആകാശത്തേക്ക് ഞാൻ നോക്കി. ആകാശത്ത് രണ്ട് ചന്ദ്രനുണ്ട്. ഒരു ചന്ദ്രൻ നല്ലതുപോലെ പ്രകാശിക്കുന്നുണ്ട്, രണ്ടാമത്തെ ചന്ദ്രൻ ചതുരാകൃതിയിലുള്ളതാണ്, പ്രകാശമില്ല. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അത് പ്രകാശിക്കാൻ തുടങ്ങി. ആ ചന്ദ്രൻ ആദ്യത്തെ ചന്ദ്രനെ പോലെ പ്രകാശിക്കാൻ തുടങ്ങി. ഞാൻ ദുആ ചെയ്തു, ഇത് രണ്ടും ഒരേപോലെ പ്രകാശിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഒരു അശരീരി വന്നു. ആദ്യ ചന്ദ്രൻ മിർസ സാഹിബ് മസീമോദാണ്. രണ്ടാമത്തെ ചന്ദ്രൻ ഇപ്പോൾ പ്രകാശിച്ചത് മിർസ മഹ്മൂദ് അഹമ്മദ് ഖലീഫത്തുൽ മസീഹ് സാനി ആണ്. मिस्त्रियों का भी बड़ा फितना था कादियान में। ഞാൻ പറഞ്ഞതുപോലെ മിസ്ത്രികളുടെ ഫിത്ന കാദിയാനിൽ പുറപ്പെട്ടിരുന്നു. इल्जामात भी इन लोगों ने അതിൽ ഖലീഫത്തുൽ മസീഹ് സാനിയെ വളരെ നിന്ദ്യമായി ആരോപണങ്ങൾക്ക് വിധേയരാക്കിയിരുന്നു. അദ്ദേഹത്തിനെതിരെ കേസും കൊടുത്തിരുന്നു. അതിനെക്കുറിച്ച് അല്പം പറയാം. പലർക്കും ഇത് അറിയില്ല. ചുരുക്കി പറയാം. सानी ഹദ്രത്ത് भी फरमाते हैं ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, കഴിഞ്ഞ ദിവസം എനിക്കെതിരിൽ ഒരു കേസ് കൊടുക്കുകയുണ്ടായി. ചിലരെ കൊല്ലാൻ വേണ്ടി ഞാൻ ചില ആളുകളെ നിയമിച്ചിട്ടുണ്ടെന്നാണ് ആ കേസ്. मशीन सेवियां മെഷീൻ रखते हैं। സേമിയ ഷോപ്പുമായി ബന്ധപ്പെട്ടവരാണ് ഈ കേസ് കൊടുത്തത്. രണ്ടാമത്തെ കേസ് लीजिए ഭാവിയിൽ എന്നിൽ നിന്നും ഒന്നും ഉണ്ടാകില്ലെന്ന് ഒരു ജാമ്യവും വാങ്ങുക. പറയുന്നു, कत्ल करवाना इनको लोगों को तो बड़ी बात है, मैंने उनके लिए कभी बद्दुआ भी नहीं की। ജനങ്ങളെ കൊല്ലുക എന്നത് പോകട്ടെ, ഞാൻ അവർക്ക് വേണ്ടി ശാപപ്രാർത്ഥന പോലും ചെയ്തിട്ടില്ല. അവർ തങ്ങളെക്കുറിച്ച് പലതും ഊഹിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ചില തെറ്റിദ്ധാരണ കാരണത്താൽ उनमें ये ख्याल पैदा हुआ അത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായത്. അവർക്കെതിരിൽ എന്തോ ചെയ്യുന്നുണ്ടെന്ന് അവർ ധരിച്ചുപോയി. उनके खिलाफ वो कोशिश कर रहे हैं। ഖലീഫത്തുൽ മസീഹ് സാനി അവർക്കെതിരിൽ എന്തോ പദ്ധതി ആസൂത്രണം ചെയ്യുന്നു എന്നാണ് അവർ തെറ്റിദ്ധരിച്ചത്. कई किस्म അവർ പത്രത്തിൽ പോലും പ്രസിദ്ധീകരിച്ചതുപോലെയുള്ള കാരണങ്ങളാൽ പല അനുചിതമായ പ്രവർത്തികളും അവർ ചെയ്യുകയുണ്ടായി. തുടർന്ന് എഴുതുന്നു, अखलाक में गिर जाते हैं, वो अपने बोझ സ്വഭാവത്തിൽ അധപ്പതിക്കുന്നവർ തങ്ങളുടെ വിദ്വേഷത്തിന്റെയും പകയുടെയും പ്രതികാരം ദുസ്വഭാവത്തിലൂടെയാണ് ചെയ്യുക. അതുകൊണ്ട് അവർ ഇவ்வித പ്രവർത്തികൾ ചെയ്യുന്നത്. नामात से
അത് വെറും ദുരാരോപണങ്ങളും ആക്ഷേപങ്ങളും മാത്രമാണ്. और बड़े गंदे गंदे इल्जाम लगाए थे, लेकिन आपने അവർ വളരെ മോശമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഉസൂർ അതിനൊന്നും മറുപടി നൽകിയിട്ടില്ല. താരീഖ് അഹമ്മദിയത്ത് എഴുതിയത് കേൾപ്പിക്കാം. कि जमात अहमदिया की ചുരുങ്ങിയ രീതിയിലാണ് കേൾപ്പിക്കുന്നത്. അഹമ്മദിയ ജമാഅത്തിന്റെ വിജയവും ഖലീഫത്തുൽ മസീഹ് സാനിയുടെ काबूलियत दे സ്വീകാര്യതയും കണ്ടപ്പോൾ जिनसे सिलसिले की अजमत ജമാഅത്തിന്റെ പ്രശസ്തിയും പുരോഗതിയും കണ്ട് സഹിക്കാൻ കഴിയാത്ത ചിലർ चुनाचे അദ്ദേഹത്തിനെതിരിൽ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കാൻ തുടങ്ങി. ഇതിനായി കാദിയാനിലെ ചില മിസ്ത്രികളെ അവർ മെഷീൻ സേമിയ എന്ന ഷോപ്പ് നടത്തുന്നവരായിരുന്നു ഉപയോഗപ്പെടുത്തുകയുണ്ടായി. അവർ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിക്കെതിരിൽ വധോദ്യമ കേസ് കൊടുത്തു. കൂടാതെ മുബാഹല എന്ന പേരിൽ ഒരു പത്രം കാദിയാനിൽ നിന്നും പ്രസിദ്ധീകരിച്ചു. അതിൽ ഖലീഫ സാനിയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് അത് നീചവും നിർലജ്ജവുമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും തൊടുത്തുവിട്ടു. तमीजी खड़ा कर दिया। നിർലജ്ജമായ ആരോപണങ്ങൾ കാരണം ജമാഅത്തിൽ ഒരു വലിയ ഫിത്ന അവർ പുറപ്പെടുവിക്കുകയുണ്ടായി. ഈ ഫിത്ന വലിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു. അഹമ്മദികളുടെ എതിരാളികൾ ഇതിനെതിരിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അഹമ്മദികളെ അഭിമാനിക്കാനും പരാജയപ്പെടുത്താനും പൂർണ്ണമായും പരിശ്രമിക്കുകയും ചെയ്തു. दुश्मनाने अहमदियत की गंदी അതിനുള്ള എല്ലാ ആയുധങ്ങളും അവർ ഉപയോഗപ്പെടുത്തി. ഈ ഫിത്ന മുഖേന അഹമ്മദി ശത്രുക്കളുടെ നീചമായ മാനസികാവസ്ഥയെ വെളിപ്പെടുത്തുന്നതോടൊപ്പം ഖലീഫത്തുൽ മസീഹ് സാനിയുടെ മഹത്വം പ്രകടമാക്കുകയും ചെയ്യുന്നു. ക്ഷമയുടെയും സഹനത്തിന്റെയും ഉദാത്തമായ മാതൃകയാണ് അദ്ദേഹം പ്രകടമാക്കിയത്. पड़ गया। നാട്ടിലെ മാന്യന്മാരായ ആളുകൾ ഇത് കണ്ട് അത്ഭുത സ്തബ്ധരായി നിന്നുപോയി. അവര് ഈ നീചമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ പരസ്യമായി വിമർശിക്കുകയുണ്ടായി. പല പത്രങ്ങളിലും ഇവർക്കെതിരിൽ പിന്നീട് അവർ എഴുതുകയും ചെയ്തു. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു 1927 ജൽസ സാലാനയിൽ ഈ ഫിത്നയെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവിക പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടാകാറുണ്ട്. बनाना नहीं चाहिए। ഇത് കാരണം ഭയപ്പെടരുത്. നമ്മുടെ ജോലി പ്രവർത്തിക്കുക എന്നതാണ്. ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ ഭയപ്പെടുക എന്നത് നമ്മുടെ ജോലിയല്ല. അള്ളാഹുവിന്റേതാണെങ്കിൽ അവൻ തന്നെ വിജയിപ്പിക്കും. അള്ളാഹു തന്റെ വസ്തുക്കളെ സ്വയം സംരക്ഷിക്കും. അഹമ്മദിയ പ്രസ്ഥാനം ഏതെങ്കിലും വ്യക്തിയുടെ പ്രസ്ഥാനമായിരുന്നെങ്കിൽ എത്ര കാലം വരെ ഇത് മുന്നോട്ട് പോകുമായിരുന്നു. ഇത് അള്ളാഹുവിന്റെ പ്രസ്ഥാനമാണ്. മുമ്പും ഇതിനെ സംരക്ഷിച്ചത് അവനാണ്. ഇനിയും അവൻ തന്നെ ഇതിനെ സംരക്ഷിക്കുന്നതാണ്. ഇൻഷാ അള്ളാഹ്. അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്, മഹത്വത്തിന്റെയും സമാധാനത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും പുരോഗതിയുടെയും കാലം അടുത്തു തന്നെ വരുന്നതാണ്. ജമാഅത്ത് പുരോഗമിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാമെന്നാണ് ചിലർ പറഞ്ഞത്. എന്നാൽ എന്റെ ദൈവത്തിന്റെ വാക്കുകളാണ് പുലരാൻ പോകുന്നത്, അതോ ആ വ്യക്തിയുടേതാണോ എന്നും ഞാനും നോക്കുന്നതാണ്. പിന്നീട് ആ ഫിത്നയും അത്ഭുതകരമായ രീതിയിൽ അവസാനിപ്പിച്ചു. ഗവൺമെന്റിന്റെ ചില ഉദ്യോഗസ്ഥരും അവരെ സഹായിച്ചിരുന്നു. ആ ഗവൺമെന്റ് തന്നെ മാറ്റപ്പെടുകയുണ്ടായി. അള്ളാഹുവിന്റെ വാക്കുകളാണ് പൂർത്തിയായത് എന്നൊരു ലോകം കാണുകയും ചെയ്തു. ആ ഫിത്ന അവസാനിക്കുകയും ചെയ്തു. വളരെ മോശമായ രീതിയിൽ അത് അവസാനിച്ചു. ഇനിയും ആരെങ്കിലും ജമാഅത്തിനെതിരിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ, അവർക്ക് ഗവൺമെന്റ് സഹായം നൽകുകയാണെങ്കിൽ തന്നെയും ആ ഗവൺമെന്റും മാറ്റപ്പെടുന്നതാണ്. ഇതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. हमारे अल्लाह ताला जमात को हर किस्म के फितनों से അള്ളാഹു തആല എല്ലാ ഫിത്നയിൽ നിന്നും ജമാഅത്തിനെ രക്ഷിക്കുമാറാകട്ടെ. നമുക്ക് വിജയങ്ങൾ കാണിച്ചു തരുമാറാകട്ടെ. സഹാബാക്കളെ കുറിച്ച് ഞാൻ പരാമർശിക്കുകയുണ്ടായി. അള്ളാഹു അവരുടെ പദവികൾ ഉയർത്തട്ടെ. അവരുടെ മക്കളെ ഇവരുടെ ദുആയുടെ അവകാശികളാക്കി മാറ്റട്ടെ. के नक्शे कदम पर चलने की तौफीक अता फरमाए। അവരുടെ കാൽപ്പാടുകളെ പിൻപറ്റാൻ ഇവർക്ക് തൗഫീഖ് ലഭിക്കുമാറാകട്ടെ. ജമാഅത്തിലെ എല്ലാ അംഗങ്ങളെയും എല്ലാ ഷർറിൽ നിന്നും ഫിത്നയിൽ നിന്നും അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ. അഹമ്മദിയ ഖിലാഫത്തുമായി സുശക്തമായ ബന്ധം നിലനിർത്താൻ ഇവർക്ക് സാധിക്കുമാറാകട്ടെ. नमाज जुमा के बाद ഇന്നും ജുമാക്ക് ശേഷം जो मुकरम सरदार ജനാസ ഗായിബ് നമസ്കരിക്കുന്നതാണ്. സർദാർ മുഹമ്മദ് ബർവാന സാഹിബ് ജംഗിന്റേതാണ്. 2013 ഫെബ്രുവരി 7-നാണ് 73-ാം വയസ്സിൽ അദ്ദേഹം വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. के वालिद अहमद खान फरमाना साहब थे। അഹമ്മദ് ഖാൻ ബർവാന സാഹിബാണ് ഇദ്ദേഹത്തിന്റെ പിതാവ്. ബർവാന ഠട്ടെ ഷെയർ നിവാസിയാണ്. ഖലീഫ സാനി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 1950-ലാണ് ബൈഅത്ത് ചെയ്തത്. तकरीबन 10 साल थी। 10 വയസ്സായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം. ചെറുപ്പം മുതൽ തബ്ലീഗിന് നല്ല താല്പര്യമുണ്ടായിരുന്നു. അവസാനം വരെ അത് നിലനിന്നു. खास नहीं थी। ഭൗതിക വിദ്യാഭ്യാസം അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. പ്രൈമറി മാത്രമായിരുന്നു പഠിച്ചത്. എന്നാൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഖലീഫമാരുടെയും പ്രത്യേകിച്ച് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ ഗ്രന്ഥങ്ങളും വളരെ ഗഹനമായി വായിച്ചിരുന്നു.
ജംഗിൽ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യസാക്ഷ്യത്തിനുള്ള തെളിവുകൾ അദ്ദേഹം തയ്യാറാക്കിയിരുന്നു. ജംഗ്വി ഭാഷയിൽ അത് കേൾപ്പിക്കാറുണ്ടായിരുന്നു. അത് ശ്രോതാക്കളെ സ്വാധീനിക്കുമായിരുന്നു. ജമാഅത്ത് വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹത്തെ സംവാദത്തിനായി അയക്കാറുണ്ടായിരുന്നു. തബ്ലീഗ് കാര്യത്തിൽ വളരെ ധീരനായ കലവപ്പാണ് അദ്ദേഹം എടുക്കാറുണ്ടായിരുന്നത്. സ്ഥലമേതാണെന്നോ ജനങ്ങളേതാണെന്നോ എന്നും നോക്കാറില്ല. ശത്രുക്കളുടെ ഇടയിലേക്കും നിർഭയനായി കൊണ്ടുപോകുമായിരുന്നു. അഹമ്മദിയത്തിന്റെ സത്യത വെളിപ്പെടുത്തുമായിരുന്നു. പലപ്പോഴും എതിരാളികൾ ദേഷ്യം പിടിച്ച് ഒന്നും തള്ളും വരെ ചെയ്തിട്ടുണ്ട്. എന്നാൽ തബ്ലീഗിൽ ഇതൊന്നും ഒരു തടസ്സവും അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. ആ പ്രദേശവാസികൾ ഇദ്ദേഹത്തെ ശരിക്കും അറിയുന്നവരാണ്. ഇദ്ദേഹം ഉള്ളപ്പോൾ ആർക്കും തന്നെ അഹമ്മദിയത്തിനെതിരിൽ ആക്ഷേപിക്കാൻ ധൈര്യം വന്നില്ല. തബ്ലീഗിനായി എപ്പോൾ എവിടെ വിളിച്ചാലും നിഷേധിക്കാറില്ല. എല്ലാ ജോലിയും ഉപേക്ഷിച്ച് അവിടെ വരുമായിരുന്നു. അബ്ദുൽ ഷാഫി ബർവാന സാഹിബ് ഇദ്ദേഹത്തിന്റെ മകനാണ്. സെറാലിയോണിൽ മുബല്ലിഗായി പ്രവർത്തിക്കുന്നു. ഏക മകനാണ് ഇദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം എഴുതുന്നു, ഒരിക്കൽ അദ്ദേഹം എന്നെയും കൂടെ കൊണ്ടുപോയി രാത്രി മുഴുവനും അന്ന് ജംഗിൽ വന്നിരുന്ന സുഹൃത്തിനു വേണ്ടി അഹമ്മദിയത്തിന്റെ സത്യതയുടെ തെളിവുകൾ മനസ്സിലാക്കി കൊടുത്തു. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ക്ഷമയോടെ മറുപടി നൽകി. എന്നിട്ട് ചോദിച്ചു, അഹമ്മദിയത്ത് സ്വീകരിക്കാൻ തടസ്സമുള്ള വല്ല സംശയമുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും വീണ്ടും വ്യക്തമായി മറുപടി നൽകുകയുണ്ടായി. ഈ സംസാരം നേരം പുലരും വരെ നടന്നു. ആ സുഹൃത്ത് തിരിച്ചുപോയി അതിനുശേഷം അദ്ദേഹം ബയ്യത്ത് ചെയ്തു. തന്റെ വീട്ടിലേക്ക് ഒരു കത്ത് അദ്ദേഹം അയച്ചു. വീട്ടുകാർ എനിക്ക് ആ കത്ത് കാണിച്ചു തന്നു. അതിൽ എഴുതിയത് ഇപ്രകാരമാണ്: ഞാൻ ഒരു ഗ്രാമീണനായ വ്യക്തിയെ കണ്ടു. അദ്ദേഹം പകൽ മുഴുവനും കന്നുകാലികളുടെ കൂടെയാണ് ഉണ്ടാവുക. എന്നാൽ ഒരു രാത്രി അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചു. അദ്ദേഹം അറിവിന്റെ ഒരു നദിയാണെന്ന് എനിക്ക് ബോധ്യമായി. ഈ അറിവെല്ലാം അദ്ദേഹത്തിന് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥം പല ആവർത്തി വായിച്ചത് കൊണ്ടാണ് ലഭിച്ചത്. ഞാൻ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് ഒരു മകനും ഒരു മകളുമാണുള്ളത്. ഏക മകൻ സെറാലിയോണിൽ മുബല്ലിഗായി സേവനമനുഷ്ഠിക്കുന്നു. കഴിഞ്ഞ ആഴ്ച അവിടെ ജൽസ നടക്കുകയായിരുന്നു. അതിൽ നിമഗ്നനായതുകൊണ്ടും മറ്റു തിരക്കുകൾ കാരണമായും തന്റെ പിതാവിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പോകാൻ വേണ്ടി ചോദിക്കുക പോലും ചെയ്തിട്ടില്ല. കാരണം അവിടെ ജൽസയുടെ തിരക്കായിരുന്നു. അല്ലാഹു ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ ആഗ്രഹമനുസരിച്ച് ഇദ്ദേഹത്തിന് നിസ്വാർത്ഥമായ സേവനം ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വഖഫെ സിന്ദഗിക്ക് ക്ഷമയും ധൈര്യവും നൽകുമാറാകട്ടെ. തന്റെ പിതാവിന്റെ പ്രാർത്ഥനയുടെ അവകാശിയായി മാറട്ടെ. അള്ളാഹു പരേതിന് മഗ്ഫിറത്ത് നൽകട്ടെ, പദവികൾ ഉയർത്തട്ടെ. ഇവരുടെ ബന്ധുമിത്രാദികൾക്ക് ക്ഷമ നൽകുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.